പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ആളുകൾ ഏത് സ്ഥലത്ത് പോയി ഒളിച്ചാലും അവരെ പിന്തുടർന്ന് ചെന്ന് ഞങ്ങൾ അത് നശിപ്പിക്കും, അവർ കണക്ക് തീർക്കും എന്ന് പറഞ്ഞിട്ട് 14-ാമത്തെ ദിവസം അത് യാഥാർത്ഥ്യമായി. പുൽവാമയിലും ഇത് തന്നെയാണ് ഉണ്ടായിട്ടത്. ബാലാക്കോട്ടിൽ ചെന്നിട്ട് അവിടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ അന്ന് തകർത്തു. അതൊരു അല്ല, ഈ ബലാക്കോട്ടിന്റെ കാര്യം പറയുമ്പോൾ ഈ 2019 ഫെബ്രുവരി 26-നാണ് ബലാക്കോട്ടിൽ ഒരു തിരിച്ചടി നൽകുന്നത്. ഈ മോദി സ്വീകരിക്കുന്ന ഒരു തന്ത്രം അത് വളരെയധികം പ്രശംസനീയമാണ്. അത് എല്ലാ ലോക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 2019 ബലാക്കോട്ടിലെ ആക്രമണത്തിലും മോദി സ്വീകരിച്ച നയം അത് തന്നെയായിരുന്നു. സാധാരണ മീഡിയയൊക്കെ കാണുന്നു, അദ്ദേഹം വളരെ കൂളായിരുന്നു. അന്ന് ഈ ഒരു ആക്രമണം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു യാതൊരു വിധത്തിലുള്ള പ്രതീതിയും പാകിസ്ഥാന് കൊടുക്കുന്നില്ല. ഇപ്പോഴും അത് തന്നെയായിരുന്നു. അതായത് 15 ദിവസം ആകുന്ന ഒരു സാഹചര്യത്തിൽ മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്തുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അർദ്ധരാത്രിയിൽ ഒരു തിരിച്ചടി. അതും തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിലാണ്. അപ്പോൾ മോദിയുടെ ആ ഒരു തന്ത്രം സാധാരണ അന്നത്തെ പോലെ തന്നെ ഈ 2019 വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ബലാക്കോട്ട് ആവർത്തിക്കുന്ന പോലെ മറ്റൊരു രാജ്യത്തായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു, കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. പക്ഷേ അപ്പോഴും താങ്കൾ സൂചിപ്പിച്ച പോലെ മോദി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, തിരിച്ചടി ശക്തമായിരിക്കുമെന്നുള്ളത്. അല്ല, ഈ വികാരം ഒരിക്കലും വിവേകത്തെ നമ്മുടെ അതിനെ മറികടക്കാൻ പാടില്ല. നമ്മൾ വിവേകപൂർവ്വമായിട്ട് തന്നെ പെരുമാറണം. ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും മോഡിയിൽ പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് തീവ്രവാദ ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾ മോഡിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം വൈകാരികമായിട്ടല്ല പ്രതികരിക്കേണ്ടത്. ഒരു മികവുറ്റ പരിചയസമ്പന്നനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം.